നമസ്കാരം. ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. മറ്റൊരു മലയാള മാസം കൂടി തുടങ്ങിയിരിക്കുന്നു. ഇന്ന് മിഥുനം 1. ഈ മിഥുന മാസത്തിൽ ഭാഗ്യം ഏറെ ലഭിക്കുന്ന കുറച്ച് നക്ഷത്രക്കാരുണ്ട്. ഇവരുടെ ജീവിതത്തിൽ വളരെയധികം നേട്ടങ്ങൾ ഈ മലയാള മാസം മിഥുനം 1 മുതൽ വന്നു ചേരുന്നതാണ്. ധാരാളം സമ്പത്ത് വന്നു ചേരും. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഒഴിയും. പരാധീനതകൾ, പ്രശ്നങ്ങൾ എല്ലാം ഒഴിഞ്ഞു മാറുന്ന ഒരു സമയം തന്നെയാണ് ഇന്നു മുതൽ തുടങ്ങിയിരിക്കുന്നത്. എല്ലാ മേഖലയിലും വിജയിക്കാൻ സാധിക്കും. സാമ്പത്തികമായൊരു ഉയർച്ച ഉണ്ടാകുമെന്നതിൽ സംശയം വേണ്ട. ക്ഷേത്ര ദർശനങ്ങൾ നടത്തുക, വഴിപാടുകൾ സമർപ്പിക്കുക, കുടുംബ പരദേവതയുടെ അനുഗ്രഹം ഏറ്റുവാങ്ങുക തുടങ്ങിയ വിധത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കരുത്. അത് ചെയ്യാൻ മറന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന കാര്യങ്ങളുടെ ഗുണാനുഭവങ്ങൾ പൂർണ്ണമായി നിങ്ങളിലേക്ക് എത്തുകയില്ല. പ്രാർത്ഥിക്കുക. വളരെ വലിയ തോതിലുള്ള പ്രാർത്ഥന വളരെ വലിയ ഫലങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുമെന്നതിൽ സംശയിക്കുകയേ വേണ്ട. അത്രയ്ക്ക് നല്ല ഒരു സമയം കൂടിയാണ് തുടങ്ങിയിരിക്കുന്നത്. നല്ലൊരു സമയമാണ്. ഗ്രഹങ്ങൾ അനുകൂലമാണ്. ഇനി വേണ്ടുന്നത് പ്രവൃത്തിയും പ്രാർത്ഥനയുമാണ് നിങ്ങളുടെ പക്കൽ നിന്ന്. അപ്പോൾ വളരെ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക, വളരെ നല്ല രീതിയിൽ പ്രവൃത്തികൾ ചെയ്യുക. ഭഗവാന്റെ അനുഗ്രഹം, ദൈവിക കടാക്ഷമുള്ള മറ്റൊരു മലയാള മാസം കൂടി വന്നടഞ്ഞിരിക്കുന്നു. ഈ മിഥുന മാസത്തിൽ ഭാഗ്യം അനുകൂലമായിട്ടുള്ള നക്ഷത്രക്കാരെ കുറിച്ചാണ് ഇന്നത്തെ അധ്യായത്തിൽ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ ആ നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നോക്കാം. കാർത്തിക, രോഹിണി, മകയിരം നക്ഷത്രക്കാർക്ക് പുരോഗതിയുടെ സമയമാണ് മിഥുനമാസം നൽകുന്നത്. വ്യക്തിഗതമായി വളരെയധികം പുരോഗതി നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. ചില സഹായങ്ങളൊക്കെ ഉന്നതരായ ആളുകളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ സഹായം എന്ന് പറയുമ്പോൾ ചില ഗവൺമെൻറ് ലോണുകൾ പോലെയുള്ള കാര്യങ്ങൾ വഴിമുട്ടി നിൽക്കുന്നവരുണ്ടാകും. ലോണിന് അപേക്ഷിച്ചു പക്ഷെ കിട്ടാതെ വരുന്നു. അത് വഴിയാണ് ചിലപ്പോൾ വിദ്യാഭ്യാസ തടസ്സം വരെ വന്നിട്ടുണ്ടാകും. ജോലിയുടെ ആവശ്യം, അല്ലെങ്കിൽ വിവാഹ കാര്യങ്ങൾ, അങ്ങനെ പല കാര്യങ്ങൾക്കായി ലോൺ പോലെയുള്ള ആവശ്യങ്ങൾ ഉന്നയിക്കുന്ന ആളുകളുണ്ടാകും. പക്ഷേ പല വിധത്തിലുള്ള പ്രതിസന്ധികളും തടസ്സങ്ങളും അതിനിടയ്ക്ക് വന്നിട്ടുമുണ്ടാകും. പക്ഷേ ഈ മിഥുന മാസത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ധനം വന്നു ചേരുന്നതാണ്. ഉന്നതരുമായി ബന്ധം സ്ഥാപിക്കാൻ സാധിക്കും. അവരിൽ നിന്ന് ചില സഹായ ഹസ്തങ്ങളൊക്കെ നിങ്ങളുടെ നേർക്ക് വരുന്ന സമയമാണ്. പ്രവർത്തന രംഗത്തെ ബുദ്ധിമുട്ടുകൾ, പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ ഒക്കെയും മാറും. കുടുംബക്ഷേത്ര ദർശനം വളരെയധികം അനിവാര്യമാണ്. ആഡംബരങ്ങൾക്ക് മറ്റുമായി പണം ചെലവഴിക്കേണ്ടതായി വരും. അപ്പോൾ ആഡംബരം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മക്കളുടെ വിവാഹമാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം വിവാഹമാകാം. അതുമായി ബന്ധപ്പെട്ട് ചില ആഡംബര വസ്തുക്കൾ, വീട് മൂട് പിടിപ്പിക്കാനൊക്കെയുള്ള ഭാഗ്യം ഈ മിഥുന മാസത്തിൽ വന്നു ചേരും. ഉല്ലാസയാത്രകൾക്ക് സമയം ചിലവഴിക്കേണ്ടതായി വരും. ധനം വിനിയോഗിക്കേണ്ടതായി വരും. ഉല്ലാസയാത്ര എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിന് വളരെയേറെ ആനന്ദം അതുവഴിയും ലഭിക്കുന്നതാണ്. വിദ്യാർത്ഥികളുടെ കാര്യത്തിലേക്ക് വന്നാൽ പഠനത്തിൽ ഒരുപാട് നാളുകൾക്ക് ശേഷം വളരെ വലിയ മികവ് കാഴ്ചവെക്കാനും ഈ മിഥുന മാസത്തിൽ സാധ്യമാകുന്നതാണ്. പുണർദം, പൂയം, ആയില്യം നക്ഷത്രക്കാർ നിങ്ങൾ ശിവക്ഷേത്ര ദർശനം നടത്തുക, ഭഗവാന് വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. തീർത്ഥയാത്രകളൊക്കെ ഈ ഒരു മിഥുന മാസത്തിൽ നടത്താനായി നിങ്ങൾക്ക് അവസരം വന്നു ചേരും. ഒരുപാട് നാളുകളായി ക്ഷേത്ര ദർശനം നടത്തണമെങ്കിൽ അല്പം ദൂരെയുള്ള ക്ഷേത്രങ്ങളിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടാവും, പക്ഷേ നടക്കുന്നില്ല. യാത്രാക്ലേശങ്ങൾ കാരണം, ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ കാരണം. എന്നാൽ അതൊക്കെ മാറി ഈ മിഥുന മാസത്തിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടക്കും. വളരെയധികം ദൈവീകരമായ ഒരു സമയം തന്നെയാണ് നിങ്ങൾക്ക്. അതുകൊണ്ട് തന്നെയാണ് പുണ്യകർമ്മങ്ങൾ ചെയ്യാനും പുണ്യക്ഷേത്രങ്ങൾ ദർശിക്കാനും ഭാഗ്യം ലഭിക്കുന്നത്. അതിനായി പുണ്യകർമ്മങ്ങൾക്ക് വേണ്ടി ധാരാളം ധനമൊക്കെ നിങ്ങൾക്ക് ചിലവഴിക്കാൻ തോന്നുകയും ചിലവഴിക്കേണ്ടതായും വരുന്ന സമയമാണ്. ദാനധർമ്മങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ വളരെയധികം ശ്രേഷ്ഠമാണ്. ഉദ്യോഗാർത്ഥികൾക്ക് പുതിയ ജോലിയിലൊക്കെ പ്രവേശിക്കാനുള്ള ഭാഗ്യം ഈ മിഥുന മാസം തീരുന്നതിന് മുന്നേ തന്നെ നിങ്ങളെ തേടിയെത്തിയിരിക്കും. യാതൊരു സംശയത്തിൻ്റെയും ആവശ്യം ഇല്ല. സംശയദൃഷ്ടിയോടെ നോക്കാതിരിക്കുക. വളരെയധികം നല്ലൊരു സമയം തന്നെ ഒരുപാട് നാളുകൾക്ക് ശേഷം വന്നടഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സമയം ക്ഷേത്രത്തിൽ ചെന്ന് പ്രാർത്ഥിക്കുന്ന ഓരോ കാര്യങ്ങളും ഫലവത്തായി തന്നെ മാറുന്നതാണ്. എഴുത്ത്, വായന കാര്യങ്ങളുണ്ടല്ലോ, ലേഖനമൊക്കെ എഴുതുന്ന, കവിതയൊക്കെ എഴുതുന്ന, അങ്ങനെയുള്ള കലാകാരന്മാർക്കൊക്കെ വളരെയധികം നല്ല ഒരു സമയമാണ്. നിങ്ങളുടെ ആ കല കൊണ്ട് നിങ്ങൾക്ക് നേട്ടം, ആദരവ്, പ്രശസ്തി, അംഗീകാരമൊക്കെ നേടിയെടുക്കാൻ സാധിക്കും. ഗുണകരമായ ഒരു സമയം തന്നെയാണ് ഈ മിഥുനമാസം. നിങ്ങൾക്ക് വാക്ക് തർക്കങ്ങൾക്കും പ്രശ്നങ്ങൾക്കും പോകാതിരിക്കുക. അത്രയും ഒരു ശ്രദ്ധ മതി. അതായത് എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ദേഷ്യത്തിലുള്ള സംസാരവും വാക്ക് തർക്കങ്ങളിലേക്കൊന്നും പെട്ടുപോയി കഴിഞ്ഞാൽ അത് പിന്നീട് വലിയ വിഷയങ്ങളിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. ആ ഒരു പ്രശ്നം ഒഴിച്ചു നിർത്തിക്കഴിഞ്ഞാൽ വളരെയധികം ഭാഗ്യമാണ് മിഥുന മാസം നിങ്ങൾക്കായി നൽകാൻ തുടങ്ങിയിരിക്കുന്നത്. മകം,
പൂരം ഉത്രം നക്ഷത്രക്കാർക്കും ഉത്സാഹം വർദ്ധിക്കുന്ന സമയമാണ്. എല്ലാ കാര്യങ്ങളും പൂർവാധികം ഭംഗിയോടെ ചെയ്തു തീർക്കാനും ഉത്സാഹത്തോടു കൂടി നേരിടാനും സാധിക്കുന്നതാണ്. പുതിയ ജോലിക്കൊക്കെ പ്രവേശന അനുമതി വന്നു ചേരുന്ന സമയമാണ്. ജോലിയുമായി ബന്ധപ്പെട്ട് ചില തടസ്സങ്ങൾ നിമിത്തം അനുമതി കിട്ടിയിട്ടും ജോലിയിൽ പ്രവേശിക്കാൻ കഴിയാതെ ഇരിക്കുന്നവരൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ളവർക്കും ആ അനുമതി, നിങ്ങൾക്ക് കിട്ടിയ അനുമതി കൊണ്ട് നിങ്ങൾക്ക് ഈ ജോലിയിലേക്ക് പ്രവേശിക്കാൻ കഴിയും. പ്രതിസന്ധികളും തടസ്സങ്ങളും മാറുകയാണ്. ഭാഗ്യം വളരെയധികം ഉള്ളൊരു സമയമാണ്. ഭാഗ്യത്തിൻ്റെ ഒരു ആനുകൂല്യം അല്ലെങ്കിൽ ഭാഗ്യത്തിൻ്റെ ഒരു കടാക്ഷം ഈ മിഥുനമാസത്തിൽ നിങ്ങൾക്ക് ധാരാളം ഉള്ളതിനാൽ തന്നെ ദൈവാധീനവും കൂടെയുണ്ട്. ഇത് രണ്ടും ഉള്ളതിനാൽ തന്നെ നിങ്ങൾക്കിനി പ്രവർത്തിക്കാനുള്ള ഒരു ബൂസ്റ്റർ പോലെ അല്ലെങ്കിൽ ഒരു പവർ പോലെ നിങ്ങളിലേക്ക് എത്തുകയും അതുവഴി ധാരാളം പ്രവർത്തനങ്ങളൊക്കെ ഈ ഒരു മാസത്തിൽ തന്നെ കാഴ്ചവെക്കാൻ നിങ്ങൾക്ക് സാധിക്കും. കുട്ടികളില്ലാതെ വലയുന്ന ദമ്പതികൾ ചികിത്സ നടത്തുന്നവരുണ്ടാകും. ഏത് രീതിയിലാണെങ്കിലും അത് കുട്ടികൾക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് അനുയോജ്യമായ സന്താനങ്ങളെ ലഭിക്കാനുള്ള ഭാഗ്യം കൂടി ദൈവം നൽകുന്നുണ്ട്. ചികിത്സ നടത്തുന്നവരാണെങ്കിലും അല്ലെങ്കിൽ ഏറെ നേരം നാളുകളായി കുട്ടികൾക്കായി കാത്തിരിക്കുന്നവർക്കും വളരെയധികം ഒരു മാറ്റം, ഒരു സന്തോഷം, നിങ്ങളുടെ ഗൃഹത്തിലേക്ക് ഒരു കുഞ്ഞിൻ്റെ വരവ് ഈ മിഥുനമാസത്തിൽ തന്നെ ഉണ്ടാകുന്നതാണ്. സന്താന ഭാഗ്യം, സന്താന യോഗം, ഉത്തമ സന്താനം, സൽസന്താന യോഗമൊക്കെ ഈ മിഥുനമാസത്തിൽ തന്നെ നിങ്ങളെ കടാക്ഷിക്കുന്നതാണ്. പ്രാർത്ഥന കൈവിടരുത്. എത്രത്തോളം കഴിയുന്നു അത്രത്തോളം പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയാണ് ഈ ഒരു ജീവിതത്തിൽ ഏത് മനുഷ്യനായാലും ഏറ്റവും അനിവാര്യം വേണ്ടുന്നത്. അതേപോലെ തന്നെ ആരോഗ്യകാര്യവും ശ്രദ്ധിക്കുക. മരുന്ന് കഴിക്കുക. മരുന്നും വേണം, മന്ത്രവും വേണം. രണ്ടും ഒരുപോലെ വേണം. അല്ല മന്ത്രിച്ചുകൊണ്ട് മാത്രം ഇരുന്നിട്ട് മരുന്ന് കഴിക്കാതിരിക്കുക, അല്ല മരുന്ന് മാത്രം മതി അല്ലെങ്കിൽ മന്ത്രം വേണ്ട എന്ന് പറയുന്നതിനകത്തൊന്നും അർത്ഥമില്ല. മരുന്ന് വേണ്ടടുത്ത് മരുന്ന്, മന്ത്രം വേണ്ടടുത്ത് മന്ത്രം, പ്രവൃത്തി വേണ്ടടുത്ത് പ്രവൃത്തി. ഭാഗ്യത്തിൻ്റെ ആനുകൂല്യം ഭഗവാൻ നൽകിക്കോളും. എങ്ങനെ? നിങ്ങൾ നൽകുന്ന ഓരോ പ്രാർത്ഥനയിലൂടെ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക. കുട്ടികളില്ലാതെ വിഷമിക്കുന്ന ദമ്പതികൾക്ക് വളരെ നല്ലൊരു പ്രാർത്ഥന തന്നെ നിങ്ങൾക്ക് എല്ലാവിധ നിങ്ങളുടെ ആഗ്രഹങ്ങളും പൂർത്തിയാകുന്നതിന് സഹായിക്കുന്നതാണ്. ചിത്തിര ചോതി വിശാഖം നക്ഷത്രക്കാർക്കും വളരെയധികം അനുകൂലമായ സമയം വന്നു ചേർന്നിരിക്കുകയാണ്. കലാകാരന്മാർക്ക് വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. തൊഴിൽ രംഗത്ത് നിലനിന്നിരുന്ന പലവിധ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങൾക്കുമൊക്കെ പരിഹാരമാകുന്ന സമയമാണ്. പരിഹാരം കണ്ടെത്താൻ നിങ്ങൾക്ക് സാധിക്കും. പ്രണയബന്ധങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നവരാണെങ്കിൽ ആ പ്രശ്നങ്ങളൊക്കെ രമ്യതയിലാകുന്ന സമയം കൂടിയാണ് ഈ മിഥുനമാസം. വീട് നിർമ്മിക്കുന്നതിനായി ഭൂമി വാങ്ങണമെന്ന ഒരുപാട് നാളത്തെ നിങ്ങളുടെ സ്വപ്നം കൂടി സാക്ഷാത്കരിക്കുന്ന സമയമാണ്. പല മാർഗങ്ങളിലൂടെ ധനം കയ്യിലേക്ക് വന്നു ചേരും. ഒരുപാട് നാളുകൾക്ക് ശേഷം കയ്യിൽ ധനം വന്നു എന്ന ഒരു മനസംതൃപ്തി നിങ്ങൾക്ക് വന്നു ചേരുന്ന സമയമാണ്. ആരോഗ്യകാര്യങ്ങളിൽ അല്പം ശ്രദ്ധിക്കുക. മഴക്കാലമൊക്കെയാണ്, അപ്പോൾ ആരോഗ്യം നല്ല രീതിയിൽ ശ്രദ്ധിക്കുക. സർക്കാരിൽ നിന്ന് കിട്ടാനുള്ള ചില ആനുകൂല്യങ്ങൾ കൂടി ഈ മിഥുനമാസത്തിൽ നിങ്ങളെ തേടിയെത്തുന്നതാണ്. മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രക്കാർക്ക് സാമ്പത്തികമായി നേട്ടങ്ങൾ വന്നു ചേരുന്നതാണ്. പലവിധ പ്രതിസന്ധികളും നേരിടേണ്ടി വരുമെങ്കിൽ പോലും അതിൽ നിന്നൊക്കെ തരണം ചെയ്യാൻ ഈ ഒരു സമയം നിങ്ങൾക്ക് സാധിക്കും. അല്പം പ്രതിസന്ധി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായാൽ പോലും അതിനെ തരണം ചെയ്യാനുള്ള ആ ഒരു കഴിവും ഭാഗ്യവും ഇവിടെ ഉണ്ടാകുന്നുണ്ട്. ചില ആളുകളുണ്ട് പ്രതിസന്ധി പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ തരണം ചെയ്യാൻ പറ്റാതെ ആകുന്നൊരവസ്ഥ, ആകെ പ്രശ്നങ്ങൾക്കിടയിലേക്ക് പെട്ടുപോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ. ഇവിടെ അങ്ങനെയല്ല. ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായാൽ പോലും അതിനുള്ള ഒരു മറുമരുന്ന് നിങ്ങളുടെ പക്കൽ തന്നെ ഉണ്ടാവുകയും ചെയ്യും. വാഹനത്തിനുമായി ബന്ധപ്പെട്ട് ചില കേടുപാടുകളോ അല്ലെങ്കിൽ റിപ്പയറിങ്ങോ ഒക്കെ ആവശ്യമായി വരുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ശ്രദ്ധ ആവശ്യമാണ്. എന്നാൽ വിദ്യാർത്ഥികളുടെ കാര്യത്തിലേക്ക് വന്നാൽ വളരെയധികം മികവ് പുലർത്താൻ സാധിക്കുന്ന ഒരു സമയമാണ്. പ്രാർത്ഥനകളും വഴിപാടുകളും മുടക്കാതെ ഇരിക്കുക. അത് ഇന്ന ഒരു നക്ഷത്രമെന്നും ഇല്ല. എല്ലാ നക്ഷത്രക്കാരും ചെയ്യേണ്ടത് ക്ഷേത്ര ദർശനം ആഴ്ചയിൽ ഒരിക്കലോ അല്ലെങ്കിൽ മാസത്തിലൊരിക്കലോ നിങ്ങളുടെ നക്ഷത്രം വരുമ്പോഴും പക്കനാൾ വരുമ്പോഴും ഒക്കെ ക്ഷേത്ര ദർശനം നടത്തും. നിങ്ങൾക്ക് അതിൻ്റെ ഫലം ഉണ്ടാകുന്നതാണ്. ഇന്നിപ്പോൾ നമ്മൾ ക്ഷേത്ര ദർശനം നടത്തി വൈകുന്നേരം വരുമ്പോഴേ കൈ നിറയെ ധനം കിട്ടുകയില്ല. അത് ഏത് ക്ഷേത്രത്തിൽ പോയാലും പോകെ ഒരു 7 ദിവസത്തിന് ശേഷമൊക്കെ നിങ്ങൾക്കൊരു മാറ്റം കണ്ടു തുടങ്ങുന്നത്. അപ്പോൾ ക്ഷേത്രദർശനം പോയി എനിക്കത് ഫലമൊന്നും കിട്ടിയില്ല എന്നുള്ള ചിന്തയിലേക്കൊന്നും മനസ്സിലേക്ക് കൊണ്ടുപോകില്ല. നമ്മൾ അങ്ങനെയുള്ള ചിന്തയിലേക്ക് പോകുന്നതനുസരിച്ച് വീണ്ടും വീണ്ടും ഭഗവാനിൽ നിന്ന് നമ്മൾ ഒരുപാട് ദൂരേക്കായി പോകും. അപ്പോൾ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട. ഏത് ക്ഷേത്രദർശനം നടത്തിയാലും നമുക്കൊരു 7 ദിവസം അല്ലെങ്കിൽ 3 ദിവസം, കുറഞ്ഞത് 3 ദിവസം അല്ലെങ്കിൽ 7 ദിവസം അതിനൊക്കെ ശേഷമായിരിക്കും നമുക്കൊരു മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ അതൊക്കെ ഇവരും മനസ്സിലാക്കുക. അലസതയൊക്കെ വെടിഞ്ഞ് വിദ്യാർത്ഥികൾ നല്ല രീതിയിൽ പഠിക്കുക. ഉന്നത വ്യക്തികളുമായുള്ള ബന്ധങ്ങളൊക്കെ ഈ ഒരു സമയത്ത് ഉണ്ടാകുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ടൊക്കെയായിരിക്കും. വിദ്യാർത്ഥികളുടെ കർമ്മം എന്താണ്? വിദ്യ. അതൊക്കെയായി ബന്ധപ്പെട്ട് നിങ്ങളുടെ കഴിവുകൾ പുറത്തെടുക്കുകയും അതുവഴി പുലർന്ന പല ഉന്നതരായ ആളുകളുടെ ഒരു ബന്ധവും ഒരു സ്നേഹവും ആദരവും ഒക്കെ നിങ്ങളിലേക്ക് എത്താനൊക്കെയുള്ള ഒരു സമയമാണ് ഈ മിഥുനമാസം. ഇന്ന് മിഥുനം 1. അപ്പോൾ നേട്ടമാണ്, ഭാഗ്യമാണ്, ഐശ്വര്യമാണ്. പ്രാർത്ഥിക്കുക, നല്ല കാര്യങ്ങൾ ചെയ്യുക, നല്ല കാര്യങ്ങൾ ശ്രവിക്കുക. നല്ലതായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ പറയുന്ന ഗുണാനുഭവങ്ങളൊക്കെയും ഒരു നെല്ലിട പോലും തെറ്റാതെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും എന്നത് സത്യം തന്നെയാണ്. ധൈര്യമായിരിക്കും. നന്ദി.